ഹായ്. നമുക്കുണ്ടാകുന്ന രോഗത്തിൻ്റെ 90% കാരണം ജീവിതശൈലിയാണെന്ന് പറയാം. നാച്ചുറൽ കൺസെപ്റ്റിൽ 90% രോഗത്തിനും കാരണം ജീവിതശൈലിയാണ്. WHO ലോകാരോഗ്യ സംഘടനയും പറയുന്നത് 90% ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം ജീവിതശൈലിയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ജീവിതശൈലി തെറ്റും മൂലം രോഗികളായിത്തീരുന്നത്? നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻ, അതായത് തെറ്റായ ഭക്ഷണരീതി, വ്യായാമമില്ലായ്മ, വിശ്രമമില്ലായ്മ, മാനസിക പിരിമുറുക്കങ്ങൾ, ഇതെല്ലാം ഈ കാരണങ്ങൾ കൊണ്ട് ശരീരത്തിൽ അടിയുന്ന മാലിന്യങ്ങൾ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ രോഗിയായി തീരുന്നത്. അപ്പോൾ ശരിക്കും നല്ലൊരു ആരോഗ്യ ബോധവൽക്കരണമാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടോ മീഡിയ ഒക്കെ ചെയ്യുന്നത് രോഗബോധവൽക്കരണമായി മാറുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ആരോഗ്യ മാസിക നിരവധി മാർക്കറ്റിലുണ്ട്. ഏതെടുത്ത് നോക്കിയാലും അതിൽ 90% രോഗത്തെക്കുറിച്ചുള്ള അവയർനെസ് ആണ്. ഹോസ്പിറ്റലുകളായാലും ഡോക്ടർമാരായാലും പലതരത്തിലുള്ള മീഡിയ സെല്ലുകളിലൂടെ ഒക്കെ നമുക്ക് കിട്ടുന്നത് രോഗബോധവൽക്കരണം. രോഗബോധവൽക്കരണം കൂടുന്തോറും രോഗഭയം കൂടും, രോഗിയായി തീരാനുള്ള സാധ്യത കൂടും, മരുന്ന് കഴിക്കുന്നത് കൂടും. അതുകൊണ്ട് നമുക്ക് ഒരു ആരോഗ്യ ബോധവൽക്കരണം ശരിയായി കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം വരെ അതിക്രമിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ചിന്ത ആരോഗ്യത്തിലേക്ക് ആയിരിക്കട്ടെ. ആരോഗ്യകരമായ കാര്യങ്ങൾ വായിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കും.